പോലീസ് സേനയിൽ സേവനം പൂർത്തിയാക്കി സർവീസിൽ നിന്നും വിരമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS യോഗ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിനോദാസ് SR, ആലപ്പുഴ DYSP വിജയൻ TB, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ബൈജു PM, ആലപ്പുഴ സൗത്ത് ഇൻസ്പെക്ടർ ടോംസൺ KP, കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ധനേഷ് KP അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി S സന്തോഷ് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ജോലി ചെയ്യുന്ന ക്രൈംബ്രാഞ്ച് DYSP സാബു MG, വനിതാ സെൽ CA ലിസി T, വിവിധ സ്റ്റേഷനുകളിൽ ജോലി ചെയ്യുന്ന 41 പോലീസ് സബ് ഇൻസ്പെക്ടർ, 2 അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ, 2 സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എന്നിവരാണ് ഈ മാസം 31-ാം തീയതി സർവീസിൽ നിന്നും വിരമിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ഉദ്യോഗസ്ഥർ റിട്ടയറായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമാണ്. അവരുടെ അത്രയും കാലത്തെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഗൈഡൻസും അതൊക്കെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുന്നതാണ്. ഇത് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഒരു ജീവിതം സംബന്ധിച്ചിടത്തോളം, ഞാൻ എല്ലാ തവണ റിട്ടയർമെന്റ് ഫംഗ്ഷന് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പലപ്പോഴും നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന കാലം നമ്മുടെ വർക്കും നമ്മുടെ ലൈഫും തമ്മിലൊരു വ്യത്യാസമില്ലാത്തൊരു അവസ്ഥയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്ക് തന്നെയാണെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് പോലീസിലെ വർക്ക് പലപ്പോഴും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പോലീസിൽ നിന്ന് റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടൊരു ചേഞ്ച് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കാൻ പറ്റുമ്പോൾ ചെയ്ത കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പം എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണമെന്നില്ല. ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളോ പകുതി വരാനോ അല്ലെങ്കിൽ വേറെ 10 പേര് അറിയണമെന്നില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും അല്ലാണ്ട് നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ദിവസം എത്ര ആൾക്കാർക്ക് നമുക്കൊരു സഹായം ചെറിയ രീതിയിലെങ്കിലും ആയിരിക്കും ചിലപ്പോൾ, പക്ഷേ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുപോലെ വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള